കൺഫേമാണ്, സംശയമല്ല. ആ കൺഫേമിനെ പറഞ്ഞ് അതിനെ മൈൻഡിൽ നിന്ന് എടുത്തു മാറ്റണം. അത് ഭാര്യയുടേതാവട്ടെ, ഭർത്താവിൻ്റെതാവട്ടെ, ആങ്ങളയുടേതാവട്ടെ, പെങ്ങളുടേതാവട്ടെ, ഉമ്മയുടേതാവട്ടെ, ഉപ്പയുടേതാകട്ടെ, ആ മനസ്സിൽ കൂടിയ സംശയം അതിനെ അവതരിപ്പിച്ച് തീർത്തിട്ട് പുതിയ രൂപത്തിലുള്ള ജീവിതം കാഴ്ചവെക്കാനാകണം. സംശയരോഗമെന്നുള്ളത് തെറ്റാൻ. ഗലാട്ടല്ലായിട്ട് ലാസ്റ്റ് കേട്ട് എപ്പ തുടങ്ങിയത്? ഓൻ പറഞ്ഞു, എന്തില്ല ഉസ്താദ്, ഫൈനാൻസ് കയറ്റി വിളിച്ചിന് ലോൺ കെട്ടാത്തേന് അന്ന് തുടങ്ങിയ ഗലാട്ട ഇന്നോളം തീർന്നിട്ടില്ല. ഏത്? ഓൻ ഫോണ് പറഞ്ഞപ്പോ ഓക്കറിയണ്ടാന്ന് വെച്ചിട്ട് ഫോൺ എടുത്തോണ്ട് പോയിട്ട് പുറത്ത് കുറെ നേരം മുണ്ടിയിട്ട് ഉള്ളോട്ട് വന്ന് നോക്കിയിട്ട് നീ ഇപ്പോൾ തിരിച്ചു വിളിക്കണ്ട, പുരക്ക് ലോൺ ആക്കിയത് ഭാര്യക്ക് അറിയില്ല, ലോണ് കെട്ടിയിട്ടുമില്ല. അന്ന് ഓക്ക് കേട്ടിനി ഹലോ നാക്കുമ്പോ പെണ്ണിന്റെ സൗണ്ട് കേട്ടിനി പറഞ്ഞു. അന്ന് തുടങ്ങിയ ഗലാട്ട് എന്ത് ചെല്ലെങ്കിലും ഒക്കുന്നില്ല. ലോണ്ട തേങ്ങ എന്റെ എതിരിൽ മുണ്ടിയ എന്താന്ന് ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് മുണ്ടാഞ്ഞല്ലേ എന്ത് പറഞ്ഞിട്ട് ഒക്കണ്ടേ? അന്ന് തുടങ്ങിയ കുഴപ്പം ഇന്നോളം തീർന്നിട്ടില്ല. അങ്ങനെയാണ് മനസ്സിലിങ്ങനെ പിടിച്ചിട്ട് വെച്ചാല് എല്ലാത്തിനും മരുന്നുണ്ട്. ഈ മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ട് നടക്കുന്നതിന് അല്ലേ നമ്മൾ വിചാരിക്കും ഓ എന്റെ ശത്രു. അങ്ങനെ മനസ്സിൽ നമ്മളായിട്ട് തീർമാനിക്കും, അവൾ എന്റെ ശത്രു, അയൽവാസി എന്റെ ശത്രു, കുടുംബങ്ങൾ എന്റെ ശത്രു. നമ്മളെല്ലാരെയും മനസ്സിൽ ശത്രുക്കളായി കണ്ട് ഭർത്താവിന്റെ മുകളിൽ എപ്പോഴും സംശയം. ഓന് വേറെ ഫോൺ വരുന്നുണ്ട. എന്റെ ഇടക്ക് ഒരാൾ മെസ്സേജ് അയച്ചു തന്നു, ഭർത്താക്കന്മാരുടെ മൊബൈൽ ഉപയോഗം കൂടുന്നു, ഭാര്യമാരുടെ കണ്ണിന്റെ അസുഖം കൂടുന്നു. രാത്രി കടന്നിട്ട് ഒത്തുന്നതിനോട് ആരെ കണ്ണിൽ നോക്കിയിട്ട് കണ്ണെല്ലാം ക്രോസ് ആയിട്ട് പോയി ഒളിച്ചിട്ട് നോക്കിയിട്ട് അല്ലെ. ഭാര്യ ഭർത്താവിന്റെ ഫോണിലേക്ക്, ഭർത്താവ് ഭാര്യന്റെ ഫോണിലേക്ക്. സമ്മതമില്ലാതെ ഭർത്താവിന്റെ ഫോണ് ഭാര്യ എടുക്കരുത്. സമ്മതം വേണം. ആവശ്യമുണ്ട് അവളോട് പറയണം, നീ ലോക്ക് തുറക്ക, നീ കാണിച്ചുതാ. ഭർത്താവോട് പറയണം, എനിക്ക് സംശയമുണ്ട്, നിങ്ങളൊന്ന് വാട്സപ്പ് തുറക്ക. അല്ലേ, കുളിക്കാൻ പോയ നേരത്തെ ബേംബയോട് ഇട്ട് പറക്കിയിട്ടൊക്കെ നോക്കിയിട്ട് വെക്കുന്ന ആളുണ്ട്. ഹറാമാണ്. ഭർത്താവിന് സമ്മതമില്ലാതെ അവന്റെ ഫോൺ ചെക്ക് ചെയ്യരുത്. അല്ലേ, എല്ലാ ബേംബയോ ചെക്ക് ചെയ്തിട്ട് ഇവൾക്കെല്ലാം അയച്ചു കൊടുത്തിട്ട് അവിടെ വെക്കുക. എന്റെ പ്രൂഫുണ്ട്, മുണ്ടിയങ്ങ് പ്രൂഫുണ്ട്. ഈ ബോള സുപ്പരി ഇത് അറിയല്ല, ഈ കുളിച്ചിട്ട് വരുന്നതിന്റെ ഇടയിൽ ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്പുറം വെച്ചിരുന്നത് നോക്കിയൊക്കെ നീ കുറെ ഗലാട്ടാക്കുമ്പോൾ പറയും എന്റെ പ്രൂഫുണ്ട്. ഓ വിചാരിക്കും യോക്ക് എന്ത് സീക്ക്, യോളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, അത് ഇതൊക്കെ അല്ലേ. എല്ലാവർക്കും സമയമില്ല. അവനവന്റെ ഭാര്യയോടും ഭർത്താവോടും മിണ്ടാനാണ് സമയമില്ലാത്ത, അല്ലാത്തതിനൊക്കെ സമയമുണ്ട്. ഏതാണെങ്കിലും അങ്ങനെ വല്ല സംശയവും കുടുംബ ജീവിതത്തിന്റെ മധ്യത്തിൽ വന്ന അത് മനസ്സ് തുറന്ന് പറയാതെ പരിഹരിക്കുക. വല്ല കുടുക്കിലും ആണോ പെണ്ണോ പൊട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോട് പറയതാ, അങ്ങനെ എന്തുണ്ടെങ്കിലും ഇത് ഇന്നത്തോടെ തീർന്ന് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് വിരമിച്ചു വന്നിട്ടല്ലാതെ സംശയങ്ങൾ ഒരു ഭാര്യയും കൊണ്ടു നടക്കരുത്, അത് കുറ്റമാണ്. സംശയരോഗം ഭർത്താവിനെ പറ്റി ഇങ്ങനെ വിചാരിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ പറഞ്ഞ പെണ്ണുങ്ങൾ പറയും, സംശയമല്ലോ ഉസ്താദേ, എനിക്കെല്ലാം അറിയൂ. അറിഞ്ഞിരിക്കട്ടെ, അറിഞ്ഞത് മുഴുവനും പറഞ്ഞു തീർത്തിട്ട് കുടുംബ ജീവിതത്തിൽ സന്തോഷകരമായ ജീവിതമല്ലാതെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഭാര്യയെ പറ്റി വല്ലതുമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക, ഭർത്താവിനെ പറ്റി വല്ലതുമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക. ഉണ്ടെങ്കിൽ ഒന്ന് സമ്മതിച്ചത് ക്ലിയർ ചെയ്യുക. ഇനി അതിൽ വലിയ ആന കുതിരയാകാനൊന്നുമില്ല. ചെറിയ ചെറിയ വിഷയങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് അല്ലേ, ചെറിയ വിഷയങ്ങൾ. ഞാൻ ഒരാൾ പറഞ്ഞു, കുഴപ്പം എങ്ങനെ കുഴപ്പം? എല്ലാം പർച്ചേസ് ഒക്കെ കഴിഞ്ഞു, പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പുറം വന്നിട്ട് ഈ ഭാര്യ ചോദിച്ചു, എത്രേ? ഇത്രയെല്ലാം പർച്ചേസ് ആക്കി, എനിക്ക് എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ നിങ്ങൾ വാങ്ങി തന്നിനാണ്. എത്ര? 10-25,000 രൂപന്റെ പർച്ചേസ് ആക്കിനോളും കഗ്ഗലം മേങ്ങിട്ട് ഭാര്യ വലിച്ചിട്ട് സൂപ്പർ മാർക്കറ്റും ആടന്നുണ്ട് കുടിക്കുന്നതും ഉപ്പി എടുത്താൽ മതി. എന്നാൽ ഈ പെണ്ണുങ്ങളിനി ഓന്റെ ആർട്ട് ഫൈലാവാത്ത ഭാഗ്യം ഓളാമറ്റയിലേക്ക് ട്രോളിക്ക് പോയിട്ടിലേക്ക് വലിച്ചിടുന്നതിൽ ഓര് കണ്ടാലല്ല വലിച്ചിട്ടിടുന്നു അല്ലേ. ഓന് ജ്യൂസ് പോയിട്ട് ഓന്റെ തൊണ്ടന്റെ ബസാറി ഓനും അല്ലേ, ഓന് ജ്യൂസ് കുടിച്ചിട്ടില്ല. എന്നാൽ ഓള് പറയും, മറ്റൊന്ന് ഞാൻ ആണുങ്ങളോട് പറയാണ്, നിങ്ങൾ പർച്ചേസിന്റെ ബില്ല് കൊടുത്തില്ലെങ്കിലും ആവും, ഐസ്ക്രീം ഇഷ്ടപ്പെടുന്ന പെണ്ണിന് ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുക. അത് ഇന്ന് ഓർമ്മ വെച്ചോളാം. ചായ ഇഷ്ടപ്പെടുന്ന പെണ്ണിനൊന്ന് ടൗണിൽ പോയ ഒരു ഗ്ലാസ് ചായ. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന പെണ്ണിന് നിങ്ങൾ 10,000 കൊടുത്തിട്ട് നീ വേണ്ടത് വാങ്ങിക്കോ എന്ന് പറഞ്ഞാ ഓക്കത് സന്തോഷമല്ല. ഓക്ക് വേണ്ടത് അല്ലെ പുതിയ കുണാഫായങ്ങൾ നല്ലത്, അല്ലെങ്കിൽ ഗാലക്സി മറ്റേ എന്തെങ്കിലും ഒരു ചോക്ലേറ്റ്
അതാണ് ഈ പെണ്ണുങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ല, ഓർക്ക് സിംഹം, പുലി, ആന ഇങ്ങനത്തെ എന്ത് വിഷയമില്ല. ഓർക്ക് പല്ലി, പാറ്റ, എലി അങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങളെ പോലെയാണ്. ഏത് ചോക്ലേറ്റ്, ഐസ്ക്രീം, ജ്യൂസ്, അല്ലെ, കാരിങ്. നിങ്ങക്ക് ഹാപ്പി അല്ലേ എന്ന് കേൾക്കണോ? പൈസ കൊടുത്തില്ലെങ്കിലും വിരോധമല്ല, അല്ലെ? എത്ര സാധനം ഇല്ലെങ്കിൽ ഇന്ന് സാധനം ഒന്നും വേണ്ട. ഞാൻ ഒരാൾ കുഴപ്പായി, ഗളാട്ടായി ഒക്കെ ആയി പിരിഞ്ഞുപോയി. വലിയ തെറ്റായി ചോദിച്ചത്. പോയിട്ട് തിരിച്ചു വരുമ്പോ അവൾ പറഞ്ഞു എനിക്ക് നല്ല തണുപ്പ് ജ്യൂസ് കുടിക്കണം. ഓൻ പറഞ്ഞു ജ്യൂസിന്റെ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിനല്ല, പുരയിൽ പോയിട്ട് ജ്യൂസ് ആക്കിയിട്ട് കുടിക്കാന്ന് പറഞ്ഞു. പരക്ക് പോയി, ഗളാട്ടായി, പ്രശ്നമായി, കുഴപ്പായി, എല്ലായി തലാക്കായി. ഏത് പോയി ഞങ്ങൾ 50 രൂപ പൊട്ടി. ഓനി കുടിക്കണ്ട, ഓക്കെങ്കിലും ഒരു ജ്യൂസ്, ഒരു കുപ്പി ജ്യൂസ്. അപ്പൊ അതായത് പെണ്ണിന്റെ മനസ്സ്, സൈക്കോളജി ഒക്കെ അല്ലെ, പെണ്ണിന്റെ മനസ്സല്ല ആണിന്റെ മനസ്സ്, ആണിന്റെ മനസ്സല്ല പെണ്ണിന്റെ മനസ്സ്. ഞമ്മക്ക് ചോദിക്ക 10,000 രൂപ ഓളെ കയ്യിൽ കൊടുത്തിന്, ഓക്ക് ജ്യൂസ് അല്ലെ, 50 രൂപന്റെ ജ്യൂസ്, ഐസ്ക്രീം അവ കയ്യിൽ നിന്ന് വാങ്ങിക്കൂടെ? അവൾക്ക് അത് വേണ്ട. നിങ്ങൾ കൊണ്ടുപോയിട്ട് നല്ല കാരിങ്ങോടെതാ നിന്റെ ഇഷ്ടപ്പെട്ട ഈ ഐസ്ക്രീം ഇതാ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ മടുക്ക അല്ലെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ല, അത് 10 രൂപന്റെ ആവാനും പാടില്ല. 10 രൂപന്റെ വാങ്ങിക്കൊടുത്താൽ കേൾക്കൂ എനിക്ക് അത്ര തന്നെ വിലയുള്ളതാണ്. അപ്പൊ 100 രൂപന്റെ കൊടുത്തൊക്കെ 100 രൂപന്റെ വിലയുള്ള അതറിയുന്നില്ല, അതിന്റെ വിഷയമല്ല. ഏതാണെങ്കിലും പക്ഷെ ഉള്ളിൽ മുന്തിയത് അത് അങ്ങനെയൊക്കെ കൊടുത്തില്ലെങ്കിൽ ഭാര്യ ഡേഞ്ചറിന് അല്ലേ. പുള്ളാള് പോയെങ്കിൽ നമ്മ എന്താക്കും? ഒരു വയ്യൂല്ല, അള്ളാഹു കാക്കട്ട്. അപ്പൊ അതെല്ലാം വാങ്ങിക്കൊടിച്ചോളി. ഇടക്കിടക്ക് നീ ഹാപ്പി അല്ലേ എന്നും കേട്ടോളി, അല്ലെ, ഒക്കെ സന്തോഷല്ലേ. ഈ രൂപത്തില് നിങ്ങൾ വിചാരിക്കേണ്ട ആണുങ്ങൾ ഉറങ്ങാതെ ഒരു പേരുടെ പെണ്ണുങ്ങൾ ഉറങ്ങുന്നില്ല. കൂർക്ക വെച്ചെങ്കിലും ഉറങ്ങുന്നില്ല. ഈ ബോള സൂപ്പ് അങ്ങോട്ട് ഇതിട്ട് മെസ്സേജ് ആക്കുന്നത്, യോളിനെ ഫോട്ടോ എടുത്തോണ്ട് ഇപ്പർ സൈഡിന് ഓനി അറിയുന്നില്ല. എല്ലാം നിങ്ങൾ ഇന്ന് പോയി ചോദിക്കുക, എന്റെ ഫോണിന്റെ ലോക്ക് എടുക്കുന്ന അപ്പോൾ എടുത്തു തരും. ടക്കാന്നത് ഒരു ചിന്തിക്കാൻ പോലും സമയം വേണ്ട, അത്ര ആക്റ്റീവാണ് പെണ്ണുങ്ങൾ. നമ്മളത് അറിഞ്ഞാലും അറിയാത്ത പോലെ അങ്ങനെ മാനേജ് ചെയ്ത് പോകണം എന്നുള്ളതാണ് മറ്റൊരു സൈക്കോളജി. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, എല്ലാം സന്തോഷം വിതരണം ചെയ്യുക, സ്നേഹം നൽകുക, ബഹുമാനം നൽകുക, കെയറിങ് കൊടുക്കുക. വിദേശത്തൊക്കെയുള്ള പ്രവാസി സുഹൃത്തുക്കൾ ഈ ലൈവൊക്കെ സംവിധാനം ചെയ്തത് അവരാണ്. ആ പ്രവാസികളോട് പറയുന്നു, ഭാര്യമാരോട് നല്ല രൂപത്തിൽ സംസാരിക്കുക, നല്ല റാഹത്തോടെ. പെണ്ണുങ്ങൾക്ക് എങ്ങനെയെന്ന് വെച്ചാൽ കുറെ മിണ്ടണം. ആണുങ്ങൾക്കാണെങ്കിൽ മിണ്ടാൻ സമയമില്ല, അല്ലെ. അവർക്ക് പൈസ ഉണ്ടാക്കണം, കച്ചവടാക്കണം, സ്കൂളിന്റെ ഫീസ് അടക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, മിണ്ടാൻ സമയമില്ല. കൂടുതലായി മിണ്ടുന്നവരെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ്, അല്ലെ. ഇഷ്ടമാണെന്ന് അറിയാം. ഉസ്താദ്മാരോടൊന്നും മിണ്ടാന്നേക്കല്ല മുസീബത്ത്, അല്ലെ. ആരെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആണുങ്ങളോട് പറഞ്ഞേക്കുക, അല്ലെങ്കിൽ ആണുങ്ങളുള്ള സമയത്ത് വീട്ടിലേക്ക് വിളിക്കുക. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യാ? നല്ലോണം മിണ്ടണം, അല്ലേ. അല്ലെ നമ്മളൊക്കെ പറയുന്നത് ആ മുസ്ലിം, ആ കറുത്ത അടിയാൻ, അല്ല, ആ കറുത്ത ഓന്റെ കൂടെ, അല്ലെ, ഇത്ര ഭംഗിയുള്ള ഇവളെങ്ങനെ പോയി. കൗൺസിലിംഗ് ചെയ്യും ഒരു പെണ്ണ്, മോള്, കല്യാണം കഴിയാത്ത മോള് എന്നോട് പറഞ്ഞതാണ്, എനിക്കെന്റെ ഉപ്പാനെക്കാട്ടി ഉമ്മാനെക്കാട്ടി എന്നെ ഇഷ്ടം വെക്കുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവറായ ആ മുസ്ലിം സഹോദരനാണ്. എന്നോട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, അല്ല മോളെ, ഉമ്മ ഉപ്പ അവരല്ല. അവൻ ചെയ്യുന്ന കെയറിങ് പോലെ എന്നെ ആരും കെയറിങ് ചെയ്യുന്നില്ല. പെണ്ണിന് വേണ്ടത് കെയറിങ് ആണ്, പൈസയല്ല. പെണ്ണിന് വേണ്ടത് കൊട്ടാരമല്ല, സന്തോഷം, സമാധാനം, റാഹത്ത്, അതാണ് പെണ്ണിന് വേണ്ടത്. കാറല്ല. അല്ല, നിങ്ങൾ ഇന്ന് പോയി ചോദിച്ചു നോക്ക്, ഉസ്താദ് പറഞ്ഞത് ശരിയാണോ? അവർക്ക് വേണ്ടത് തലവേദന മാറിയോ എന്ന് ചോദിക്കുന്ന ഒരു പുതിയാപ്പിള, വയറുവേദനക്ക് ആശ്വാസമുണ്ടോ എന്ന് ചോദിക്കുന്നയാള്, ഇന്നലെ കൊണ്ടുവന്നത് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നവര്, ബർത്ത്ഡേക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ അവൾക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റുകൾ ചോദിക്കാതെ കൊണ്ടുപോയി കൊടുക്കുന്നവർ, ഇടക്കിടക്ക് കൊണ്ടുപോയി ഹോട്ടലിൽ ഭക്ഷണം കഴിപ്പിക്കുന്നവർ, ഇടക്കിടക്ക് അവർക്ക് ആവശ്യമുള്ളതുപോലെ എന്തെങ്കിലും ചെറുത് ചെയ്യുന്നവർ, അങ്ങനെയാണ്. ചിരിച്ചു മിണ്ടുന്നവർ, ഒരമണിക്കൂർ ഭാര്യയുടെ കൂടെ ഇരുന്ന്, മക്കളുടെ കൂടെ ഇരുന്ന്, സ്വറ പറഞ്ഞ്, തമാശ പറഞ്ഞ് ഒക്കെ പറഞ്ഞു, അങ്ങനെയുള്ളവരായാൽ ആ കുടുംബം ഒരു ബറക്കത്തുള്ള കുടുംബമായി പോകും. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ഖൈർ നൽകണം അല്ലാ. ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾ അമലുകൾ ചെയ്യണം. വഗദൻ ജസാഉ, നാളെയാണ് അതിന്റെ പ്രതിഫലം, ഇന്നല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പ്രതിഫലം തരുന്ന ഒരു നാളുണ്ട്. ആ ദിവസം നമ്മളെല്ലാവരും സന്തോഷകരമാകണം. അല്ലാഹുവേ, തൗഫീഖ് നൽകണം അല്ലാ. രണ്ട് സുഹൃത്തുക്കൾ
ഒരു സഹോദരൻ മറ്റേ സഹോദരന് കടം കൊടുത്തു. കടം വലിയ മുസീബത്താണ് അല്ലേ? കടം കൊടുത്ത ആളുകൾ വലിയ അടങ്ങേറിലാണ്, കടം കൊടുത്തവർ ബേജാറിലാണ്. മുഅ്മിനീങ്ങളെ, അന്യവന്റെ ഹക്ക് തിന്നവന്റെ കൊല്ലങ്ങളുടെ നിസ്കാരം റബ്ബ് സ്വീകരിക്കുന്നില്ല. ഉമ്മാ പെങ്ങളെ, മറ്റുള്ളവരുടെ ഹക്ക് ബാക്കി വെച്ച്, കടം ബാക്കി വെച്ച്, യാതൊന്നും ബാക്കി വെച്ചിട്ട് നമുക്ക് യാതൊന്നും വേണ്ട. അന്യവന്റെ ഹക്കുകളെല്ലാം നിർത്തുന്നു, അന്യവന്റെ ഹക്കുകളെല്ലാം കൊടുത്തു വീട്ടുക. ഹക്ക് ബാക്കി വെച്ചിട്ട് നമ്മൾ തിന്നുന്ന ഓരോ ഭക്ഷണവും നമുക്കത് ആപത്താണ്, തീയാണ്. മറ്റുള്ളവരുടെ സമ്പത്തുകൾ ബാക്കി വെച്ചിട്ട് നമ്മുടെ വീടുകളിൽ നടത്തുന്നതെല്ലാം അത് തീ കൊണ്ടുള്ള കളിയാണ്. എല്ലാവരും ഹക്കടപാടുകൾ കൊടുത്തു വീട്ടുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ഉമ്മമാരെ, എല്ലാ കടങ്ങളും, അത് ബാങ്ക് ലോൺ ആണെങ്കിലും, അത് സൊസൈറ്റി ലോൺ ആണെങ്കിലും, അത് സംഘസംസ്ഥയിൽ നിന്നാണെങ്കിലും, അത് അരിസാധനങ്ങളാണെങ്കിലും, അത് വാടക വസ്തുക്കളാണെങ്കിലും, അത് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ 50 ഉറുപ്പികയാണെങ്കിലും ശരി, അതെല്ലാം കൊടുത്തു വീട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്നതെല്ലാം മുസീബത്താണ്, രോഗമാണ്, പ്രശ്നമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടിത്തരണമല്ല. ഇക്രിമയാണെന്ന് തോന്നുന്നു, ഓർമ്മ ശരിയാണെങ്കിൽ സുഹൃത്തിന് കടം കൊടുത്തു, ആ കടം വീടാൻ കഴിഞ്ഞില്ല. ആ കടം അദ്ദേഹത്തോട് ചോദിച്ചതുമില്ല. ആ കടത്തിന്റെ പേരിൽ കടം കൊടുത്തയാൾ 6-7 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വന്നു. അതല്ല വിഷയം. പിന്നീട് ഈ സ്ഥാനം ഏറ്റെടുത്തതാരാണ്? ഈ കടം വാങ്ങിയ മനുഷ്യനാണ് ഈ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. ഈ കടം വാങ്ങിയ ആളാണ് ഈ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. എന്നിട്ട് പോലും അദ്ദേഹം പറയുന്നില്ല, ഞാനാണ് നിങ്ങളുടെ കടം വാങ്ങിയത്, നിങ്ങൾ എന്റെ കടം വീട്ടുമോ? പറയുന്നുണ്ടോ? ഇല്ലല്ലോ, പറയുന്നില്ല. ഇദ്ദേഹം കൊല്ലങ്ങളോളം ജയിലിൽ കിടന്നു, തന്റെ സുഹൃത്തിന് കടം കൊടുത്തതിന്റെ പേരിൽ. മാത്രമല്ല, ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ സ്ഥാനമാനങ്ങൾ കൈവരിക്കുന്നത് കടം വാങ്ങിയ മനുഷ്യനാണ്. അദ്ദേഹം നാണം കെടുത്തിയില്ല. എന്നെ കടം വാങ്ങി നീ സ്ഥാനത്തിരിക്കുകയാണോ? നിനക്കല്ലേ ഞാൻ കടം തന്നത്? നീ എന്തൊരു നാണം കെട്ടവനാണ്, നീ എന്തൊരു ശത്രുവാണ്, നീ എന്തൊരു മര്യാദ കെട്ടവനാണ്. പറഞ്ഞോ? ഇല്ല. തന്റെ സുഹൃത്തിന് വേണ്ടി കടം കൊടുത്ത് കൊല്ലങ്ങൾ ജയിലിൽ കടന്നിട്ട് പോലും സുഹൃത്തിന്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിച്ചില്ലേ? അതാണ് സൗഹൃദ ബന്ധം. സുഹൃത്തുക്കളെ ഉറ്റിക്കൊടുക്കുകയല്ല വേണ്ടത്, പാരവെക്കുകയല്ല വേണ്ടത്. സുഹൃത്തുക്കളുടെ കച്ചവടത്തിന് സിഹിർ വെക്കുകയല്ല വേണ്ടത്. സ്വന്തം കയ്യിൽ നിന്ന് കടം വാങ്ങിയ ആ സഹോദരൻ അധികാരത്തിലിരിക്കവേ കടം കൊടുത്തയാള് കൊല്ലങ്ങളോളം ജയിലിൽ കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു നല്ല സ്വഭാവമാണ്. അങ്ങനെ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയില്ലെങ്കിലും ആരുടെയും നാണം കെടുത്തരുത്, ശത്രുവിനെ പോലും ഫളീഹത്താക്കരുത്, ഒരാളെയും കളിയാക്കി ചിരിക്കരുത്. നീ അയൽവാസിയെ നാണം കെടുത്തിയാ, സോഷ്യൽ മീഡിയയിൽ നാണം കെടുത്തിയാൽ, കുടുംബക്കാരെ നാണം കെടുത്തിയാ, ജമാഅത്തുകാരെ നാണം കെടുത്തിയാ, അല്ലാഹു നിന്റെ നാണം കെടുത്താതിരിക്കില്ല കേട്ടോ. നമ്മൾ സ്വഭാവം നന്നാക്കുക. എല്ലാരും നല്ലത് പറയുമെന്ന് കരുതേ വേണ്ട. നമ്മളെ പറ്റാതെയായാൽ അവര് പറയും, എനിക്ക് പണ്ടേ അറിയാം എന്റെ സ്വഭാവം ശരിയില്ല എന്ന് പറയും. നമ്മുടെ മനസ്സ് പറയണം, എന്റെ സ്വഭാവം ശരിയാണ്. നമ്മൾ സുഹൃത്തുക്കളോട് വിളിച്ചു ചോദിക്കണം, എന്റെ സ്വഭാവത്തിൽ തിരുത്താനുണ്ടോ? ചോദിക്കണം. അങ്ങനെയാകണം. ഞാനിപ്പോ ദുബൈയിൽ പോയപ്പോ ഒരു സഹോദരനോട്, ഒരു കൂട്ടുകാരനോട് ചോദിച്ചു, എന്റെ സ്വഭാവത്തിൽ വല്ലതും മാറ്റാനുണ്ടെങ്കിൽ പറയണമെന്ന്. അങ്ങനെ പറയണം. എന്റെ സുഹൃത്തുക്കളോട് വിളിച്ച് ഞാൻ 2 മാസത്തിനും പലരോട് ചോദിച്ചു, എന്റെ സ്വഭാവത്തിലും ആക്ടിവിറ്റീസിലും എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടോ? എനിക്കറിയില്ല എന്നിൽ എന്താ മാറ്റാനുള്ളത്, നിങ്ങൾക്കറിയില്ല നിങ്ങളിൽ എന്താ മാറ്റാനുള്ളത്. നിങ്ങൾക്കാർക്കും വന്നിട്ട് എന്റെ സ്വഭാവത്തിൽ മാറ്റാനുള്ളത് നിങ്ങൾക്ക് എന്നോട് പറയാം, ഒരു പേടിയില്ല. മറ്റുള്ളവരെ പറ്റി എന്നോട് പറയണ്ട എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നെ പറ്റി മാറ്റാനോ കാര്യങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാണ്. നമ്മൾ സ്വഭാവത്തിൽ പൂർണ്ണരല്ല. അങ്ങനെയാണ്. ഭാര്യയോട് പോയിട്ട് ഇന്ന് ചോദിക്കുക, എന്റെ സ്വഭാവത്തിൽ നിനക്ക് മാറ്റം വരുത്താൻ എന്തുണ്ട്?
ഭാര്യ ഭർത്താവോട് ചോദിക്കുക, എന്റെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് ഇഷ്ടല്ലാത്ത ലൈക്കല്ലാത്ത എന്തുണ്ട്? ഉമ്മാട് ചോദിക്കുക, ഉപ്പാട് ചോദിക്കുക, സുഹൃത്തുക്കളോട് ചോദിക്കുക. നമ്മൾ വേറൊരാളെയും മനസ്സുകൊണ്ട് എന്തെല്ലോ കരുതി നമുക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയരുത്. അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ വിഷമുള്ള സമയത്ത് അല്ലേ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ നമുക്ക് എല്ലാവരെ കാണാൻ കഴിയില്ല. ബുദ്ധിമുട്ടുള്ള സമയത്ത് കാണാൻ കഴിയില്ല. ബേജാറുള്ള സമയത്ത് ആളുകളെ വേണ്ട പോലെ വെൽക്കം ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. ഇത് നമ്മുടെ മനസ്സിന്റെ ചില മാറ്റങ്ങൾ അനുസരിച്ചു കൊണ്ടുണ്ടാകും. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, എല്ലാരെയും ബഹുമാനിക്കുക, സ്വഭാവം നന്നാക്കുക, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക, അവന്റെ റസൂലിനെ ഇഷ്ടപ്പെടുക, പള്ളി, മദ്രസ, ദീന് ഇതിനെയൊക്കെ സ്നേഹിക്കുക. കഴിഞ്ഞു പോയ നമ്മൾ അങ്ങനെയാണ്. ഞാൻ ഇന്ന് വരെ ഇന്ന് പള്ളികളിൽ എവിടെയും മുൻകഴിഞ്ഞു പോയ ഒരൊറ്റ ഉസ്താദിനെ പറ്റിയും ഞാൻ കുറ്റം പറയലില്ല. എന്റെ ആദത്തല്ല, പാടില്ല, തെറ്റാണ്. ഉസ്താദിനെയും പാടില്ല, അല്ലാത്തവരെയും പാടില്ല. ഞാൻ കഴിഞ്ഞു പോയ എല്ലാ ഉസ്താദന്മാർക്കും ദുആ ചെയ്യലാണ് എന്റെ പണി. എന്റെ ആഗ്രഹം മറ്റൊന്നുമല്ല. നാളെ ഞാൻ മരിച്ചാൽ ഈ നാട്ടുകാർ എനിക്ക് വേരക്കണം, അത്രയേ ഉള്ളൂ. എല്ലാവരോടും ഞാൻ പറയലുണ്ട്, കൊല്ലം എത്ര നിൽക്കുന്നു എന്നുള്ളതല്ല, നിന്ന് പിരിഞ്ഞു പോകുമ്പോ നാളെ പറയാൻ പാടില്ല ഉസ്താദിനെ കൊണ്ട് മുസീബത്തായി, ഉസ്താദിനെ കൊണ്ട് കുടുങ്ങിപ്പോയി ഒന്നും പറയാൻ പാടില്ല. നമ്മൾ പിരിഞ്ഞു പോകുമ്പോ വന്നതിനെക്കാട്ടിയും സന്തോഷം, ആ സന്തോഷത്തിലാകണം പിരിഞ്ഞു പോകേണ്ടത്. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ആക്കിവത്ത് നന്നാക്കി തരട്ടെ. നമ്മുടെ പരിസരങ്ങളിൽ പള്ളി, മദ്രസ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എല്ലാത്തിലും കൂടെ കട്ടിപോലെ ഉറച്ചു നിൽക്കുക. അതുപോലെ നമ്മുടെ മജ്ലിസുന്നൂർ, അൽഹംദുലില്ലാ, മജ്ലിസുന്നൂർ ബർക്കത്താക്കപ്പെട്ടതാണ്, ബദരീൻ ഒക്കെയാണ്. എല്ലാ പള്ളികളിലും മജ്ലിസുന്നൂർ പരിസരത്തൊക്കെ നടക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഒരു പ്രത്യേകമായ ഒരു കാവലും സന്തോഷവും മഹാന്മാരുടെ സഹായമൊക്കെ വളരെ മനോഹരമാക്കി അള്ളാഹിന്റെ മഹാന്മാർ അതിലൊക്കെ ഇടപെട്ട്. ഇന്നും ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഭാര്യ ഗർഭിണിയാണ്, ഭാര്യ ഗർഭിണിയാണ് അല്ലെ. മറ്റല്ലേ നമുക്ക് എന്താക്കാം, വെറുതെയും കൊണ്ട് ആംബുലൻസിൽ കൊണ്ടിട്ട് സുഖമായി എന്നിട്ട് പയ്യക്കാക്കാം അല്ലെ. ഒരാൾക്ക് സുഖായിനി എന്ന് പറയാ. കഴിഞ്ഞ മജ്‌ലിസ് ഞാൻ ഉണ്ടായിട്ടില്ല, ഗർഭിണിയായിട്ട് ആട് വന്നു അല്ലേ, ആടുണ്ടായിട്ടില്ലേ? ആ, ഗർഭിണി കുറെ കൊല്ലങ്ങളായി മംഗലം കഴിഞ്ഞ് മക്കളാവാതെ നേർച്ച വെച്ചൊക്കെ ചെയ്തു. അല്ലാഹു അവർക്ക് മക്കളെ കൊടുത്തു. എന്റെ ആട് നേർച്ചയായിട്ട് ഇവിടെ എത്തിച്ചു, അൽഹംദുലില്ലാ. ഇതൊക്കെ നമുക്ക് കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കല്ലേ, കറാമത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കാൻ പറ്റിയൊന്നല്ല. അതിന് ഗർഭം തന്നെ ഉണ്ടാകണം, മക്കൾ തന്നെ ഉണ്ടാകണം. അതൊക്കെയാണ് അതിന്റെ ശരി. ഏതാണെങ്കിലും നമ്മുടെ മജ്‌ലിസ് ബറക്കത്താക്കപ്പെട്ട മജ്‌ലിസാണ്. അല്ലെങ്കിൽ ഈ ആയിരക്കണക്കിന് ആളുകളൊക്കെ മുമ്പൊക്കെ മജ്‌ലിസുന്നൂറുണ്ട്. പണ്ടേ ദീനെത്തിയ നാടാണ് കക്കിഞ്ചി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഇന്നലൊന്നുമല്ല, അവിടെ പണ്ടേ ഞാൻ വിചാരിക്കുന്ന ഈ ഭാഗങ്ങളിലൊക്കെ ദീന് തുടങ്ങി അന്നേ ഈ നാട്ടിൽ ദീൻ ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ കബറാളികളെയൊക്കെ അവസ്ഥകൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അറിയുമ്പോൾ ഒക്കെ അറിയാൻ കഴിച്ചത്. പണ്ടേ ദീനുള്ള നാടാണ് നമ്മുടെ കക്കിഞ്ച്. പരിശുദ്ധ സമസ്തക്ക് വേണ്ടി, ദീനിന് വേണ്ടിയൊക്കെ വലിയ ത്യാഗങ്ങളും അധ്വാനങ്ങളും ചെയ്ത നാട്ടുകാരാണ് ഇവിടുത്തെ ഉസ്താദുമാരും കഴിഞ്ഞുപോയ ഉസ്താദന്മാരും മറ്റുള്ള നാട്ടുകാരും ഉമറാക്കളൊക്കെ. അള്ളാഹു അവർക്കെല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആ ഉണ്ടായ മജ്‌ലിസുന്നൂർ അതിനെ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണത്തോടെ വളരെ മനോഹരമാക്കി, അതിന് ശീരണികളാക്കി, അതിന് ആളുകൾക്ക് സന്തോഷകരമാക്കി. ഒരുപാട് ആളുകൾക്ക് അൽഹംദുലില്ലാ 15ഓളം ആളുകളാണ് 7 കൊല്ലായി 6 കൊല്ലായി മക്കളില്ലാത്തവർ മക്കളായി എന്നുള്ള സന്തോഷം പറഞ്ഞവരുണ്ട്. ഇന്നും ഒരാൾ വന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ ഗർഭിണിയായിട്ടുണ്ട്. വേറൊരാൾ ഗർഭിണിയാകാൻ ദ്വാരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു കനിഞ്ഞേകിയ ഈ റഹ്മത്തും ബറക്കത്തും എല്ലാം അള്ളാഹു നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഇഖ്ലാസോടെ ആമീൻ ചൊല്ലുന്ന നമ്മളും ദ്വാരക്കുന്ന ഞാനും നമ്മളൊക്കെ ഇഖ്ലാസോടെ ചെയ്താൽ അള്ളാഹു അതെല്ലാം ഏറ്റെടുക്കും. അള്ളാഹു നീ ഞങ്ങളെ ഏറ്റെടുക്കണം. അള്ളാഹ് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇൻഷാ അള്ളാഹ് ഇതേ വരുന്ന 21-ാം തീയതി ഞായറാഴ്ച മദ്ദടുക്കയിൽ വെച്ച് സമസ്തയുടെ ഒരു വലിയ സമ്മേളനം നടക്കുകയാണ്. സമസ്തയുടെ നേതാക്കളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഡിസംബർ 21 അല്ലെ, ഡിസംബർ 21-ാം തീയതി നമ്മുടെ പരിസരത്ത് മദ്ദടുക്കയിൽ സമസ്തയുടെ വലിയ സംരംഭം നടക്കുമ്പോൾ എല്ലാവരും ആ കാര്യപരിപാടികളുമായി സഹകരിക്കണമെന്നും അവിടെ വന്ന് കൂടണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ 28-ാം തീയതി ഇൻഷാ അല്ലാഹ് ഇതേ വരുന്ന
28-ാം തീയതി അടിയാർ കണ്ണൂരിൽ വെച്ച് നമ്മുടെ അഭിവന്യ നേതൃത്വം സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആശയ ആദർശങ്ങൾ ആരുടെ മുന്നിലും പണയം വെക്കാതെ ഇസ്സത്തോടെ ഖാലിക്കായ റബ്ബിന്റെ ദീനിന് വേണ്ടി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഈ ഉമ്മത്തിന്റെ നായകൻ അഭിവന്യരായ സയ്യിദുൽ ഉലമ നയിക്കുന്ന യാത്ര സന്ദേശ യാത്ര 28-ാം തീയതി അടിയാർ കണ്ണൂരിൽ വെച്ച് സമാപിക്കുകയാണ്. എല്ലാ സഹോദരങ്ങളും ആ കാര്യപരിപാടികളിൽ കൂടണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിനെക്കാട്ടി അപ്പുറം നമ്മുടെ എല്ലാം നമുക്ക് ദീന് പഠിപ്പിച്ച, നമുക്ക് ആശയ ആദർശം പഠിപ്പിച്ച, നമുക്ക് ദീൻ ഉണ്ടാക്കി തന്ന് നിസ്കരിക്കാൻ പഠിപ്പിച്ച, നമുക്ക് എല്ലാം നമ്മളിൽ എന്തുണ്ടോ അതെല്ലാം നമുക്ക് സമ്മാനിച്ച പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 വർഷം പിന്നിടുകയാണ്. 100ാം വാർഷികം ഫെബ്രുവരി 4 തൊട്ട് 8 വരെ 5 ദിവസം നടക്കുമ്പോ കാസർഗോഡ് കുനിയയിൽ വെച്ച് ആ വലിയ സമ്മേളനം, അത് അള്ളാന്റെ ഔലിയാക്കൾ കൂടുന്ന സദസ്സാണ്, ബറക്കത്താക്കപ്പെട്ട സംരംഭമാണ്. നമുക്കൊക്കെ അടുത്തായത് കൊണ്ട് എല്ലാ ദിവസവും കൂടാനും സഹകരിക്കാനും പറ്റിയതാണ്. കാസർഗോഡ് കുനിയയിൽ ലോകത്തെമ്പാടും കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ സുന്നി ആദർശ പടയണികൾ ഒരുമിച്ച് കൂടുന്ന, അള്ളാന്റെ ആരിഫീങ്ങൾ മഹത്തുക്കൾ ഒരുമിച്ച് കൂടുന്ന, ജനസാഗരങ്ങൾ ഒരുമിച്ച് കൂടുന്ന, മഹത്തുക്കൾ ഒരുമിച്ച് കൂടുന്ന, ശൈഖുനാ ശംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ് വറക്കൽ തങ്ങളടക്കമുള്ള മഹാന്മാരുടെ അർവാഹകൾ സമ്മേളിക്കുന്ന ആ പരിശുദ്ധ പ്രസ്ഥാനത്തിന്റെ 100ാം വാർഷികം കൊണ്ടാടുമ്പോ മുത്തുമുഅ്മിനീങ്ങൾ എല്ലാവരും ആ പരിശുദ്ധ സമ്മേളന നഗരിയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാം മാറ്റിവെച്ച് നമുക്ക് ദീനുണ്ടാക്കി തന്ന, നമുക്ക് ഫാത്തിഹ ഓതാൻ പഠിപ്പിച്ചു തന്ന, നമുക്ക് ആശയ ആദർശമുണ്ടാക്കി തന്ന പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പരിശുദ്ധ സമസ്തയുടെ 100ാം വാർഷികം കൊണ്ടാടുമ്പോ അതിലൊക്കെ കണ്ണിയായി പ്രവർത്തിക്കാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിലൊക്കെ കൂടാൻ റബ്ബ് തആല തൗഫീഖ് നൽകട്ടെ. അതിന് വേണ്ടതെല്ലാം സമ്മാനിച്ച ഇബ്രാഹിം ഹാജി കുനിയ, അല്ലാഹുവേ അദ്ദേഹത്തിന് ഇബ്രാഹിം നബിയുടെ ബറക്കത്ത് കൊണ്ട് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. തഹിയ ഫണ്ട് വളരെ അത്ഭുതകരമായി 46 കോടി ചില്ലാനമുർപ്പിക നമ്മുടെ ജമാഅത്തിൽ നിന്നും, നമ്മുടെ നാട്ടിൽ നിന്നും, നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും 2 തവണ 3 തവണ 4 തവണ 10 തവണ തഹിയയിലേക്ക് സഹായിച്ചവരുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പ്രസ്ഥാനം, മഹാന്മാരുടെ പ്രസ്ഥാനം, സയ്യിദുൽ ഉലമയുടെ ആജ്ഞക്ക് ഉത്തരം നൽകിക്കൊണ്ട് കോടാനുകോടി നൽകിയവർ. അല്ലാഹ് ആ നൽകിയതിൽ ഓരോ ആളുകളുടെയും സദഖകൾ, പ്രവർത്തനങ്ങൾ, അധ്വാനങ്ങൾ എല്ലാം നീ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പൂർത്തിയാക്കണം അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ശരീഅത്ത് പഠിച്ച മക്കൾ ഇന്ന് സനദൊക്കെ വാങ്ങി അവരുടെ കല്യാണങ്ങൾ ആർഭാടരഹിതമാക്കണം. എല്ലാ മക്കളുടെയും കല്യാണങ്ങൾ പാട്ട്, ഡാൻസ്, മറ്റു അനാചാരങ്ങൾ ഇല്ലാത്തതാക്കണം. താളത്തിന് പോകുന്നവർ ഉണ്ടെന്നറിഞ്ഞാൽ അത്തരക്കാരുടെ കല്യാണത്തിന് എന്നെ വിളിക്കാൻ പാടില്ല. ഡാൻസും പാട്ടും ഉണ്ടെങ്കിൽ എന്നെ അവർ വിളിക്കേ വേണ്ട എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അത് എന്നെ അങ്ങനെയുള്ളവർ വിളിക്കുന്ന നിങ്ങൾക്ക് ഗുണത്തിനെക്കാട്ടിയേറെ ഗുണക്കടായിരിക്കും അതുകൊണ്ടുണ്ടാകുക. അങ്ങനെ പാട്ടും ഡാൻസും തുള്ളലും ചില ആളുകളൊക്കെ വിളിച്ചു വെച്ചിട്ട് ഉസ്താദുകളെ ജമാഅത്തല്ലേ പാതിര നേരം വരെ യുവാക്കൾ വന്നിട്ട് ഇടങ്ങേറാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോ കൽബ് പടച്ചുപോയി. ചെറുപ്പക്കാരെ, സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുന്നു, പാതിര നേരം വരെ പോയി താളത്തിന്റെ പേരിൽ ആക്രമിച്ചു കൂടാടി തിന്മകൾ ചെയ്ത് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങി പുറപ്പെട്ടു വരുന്ന വീട്ടുകാരുടെ കണ്ണുനീരിന് കാരണമായ മക്കള് സ്വാലിഹീങ്ങളാകുമെന്ന് കരുതണ്ട. ചെറുപ്പക്കാരോട് പറയണം, അത്തരം തിന്മകളിൽ നിന്ന് നിങ്ങളൊക്കെ വിട്ടു നിൽക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, നല്ലവരാവുക, നല്ല ജമാഅത്ത്, ബറക്കത്താക്കപ്പെട്ട ജമാഅത്ത്, എന്തിന് ചോദിച്ചാലും തരുന്ന മുത്തുമുഅ്മിനീങ്ങൾ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കഴിഞ്ഞ റമളാനിലൊക്കെ മുത്തഅല്ലിമീങ്ങൾക്ക് പിരിവിന് വേണ്ടി നിൽക്കുമ്പോ ഞാൻ വിചാരിച്ചു എങ്ങനെങ്കിലും ഒരു 6-7 ലക്ഷം റുപ്യ ആയിരുന്നെങ്കിൽ എന്ന് കരുതിയിട്ട് ഒരു 2 ദിവസം മുമ്പ് ഒരുങ്ങാൻ തുടങ്ങി. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് 10-15 ലക്ഷം റുപ്യോളം ഈ നാട്ടുകാർ അൽഹംദുലില്ലാ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എഴുതിച്ചവർ പലരും തന്നിട്ടില്ല. എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ അറക്കൽ ഇബ്രാഹിം ഇപ്പോൾ ഇവിടെ 20,000 റുപ്യ ഏൽപ്പിച്ചു. അള്ളാഹു ആ കുടുംബത്തിൽ നീ ഖൈർ നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മനോഹരമായ അർഷ് അക്കാദമി വളരെ മനോഹരമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു റഹ്മത്തും ബറക്കത്തും ഏറ്റിക്കൊടുക്കണം അല്ലാഹ്.
അതുപോലെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സമസ്തയുടെ സന്ദേശയാത്ര 7-ാം തീയതിയും 8-ാം തീയതി 2 ദിവസം അല്ലേ? 8-ാം തീയതിയുള്ള സമാപനം കക്കിഞ്ചയിലാണ് അല്ലെ? കക്കിഞ്ചയിലേക്ക് അഭിനന്ദനായ ശൈഖുന തോടാർ ഉസ്മാൻ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള യാത്ര, സന്ദേശയാത്ര മഗ്രിബാകുമ്പോൾ ഇവിടെ എത്തും. നാട്ടുകാർ എല്ലാവരും ആ പരിപാടിയിൽ ഉണ്ടാകണം. നമ്മുടേതാണ് സമസ്ത, നമ്മൾ സമസ്തയുടെ ആളുകളാണ്. എല്ലാ മുത്തുമുഅ്മിനീങ്ങളും 8-ാം തീയതി മഗ്രിബിന് ഇവിടെ വരണം, ആ യാത്രയെ സ്വീകരിക്കണം. നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ മനോഹരമായ സമസ്തയുടെ പ്രചരണത്തിന്റെ ഭാഗമായി സമസ്തയുടെ 100-ാം വാർഷികത്തിന്റെ ലോഗോ, മനോഹരമായ കാറ്, അതുപോലെ ഒക്കെ റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ആ യാത്രയോട് കൂടെ അത് ഉദ്ഘാടനം ചെയ്യപ്പെടും. ഒരുപാട് ദിവസങ്ങളായി മുത്തഅല്ലിമീങ്ങൾ ഒഴിവ് സമയത്ത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈർ പ്രദാനം ചെയ്യട്ടെ. 8-ാം തീയതി മഗ്രിബിന് എല്ലാവരും ഇവിടെ എത്തിപ്പെടാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ കുറച്ച് ആവശ്യമുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും തള്ളാത്തവരാണ്. ഇന്റർലോക്കിന് മറ്റു കാര്യങ്ങൾക്ക, പള്ളിക്ക, മദ്രസക്ക. മിഞ്ഞാന്ന് സനദിന്റെ കുട്ടിയൊക്കെ സനദിന്റെ പിള്ളേർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 2,000 റുപ്യ ചോദിച്ചു. എനിക്ക് ദ്വാരക്കാലേ സമയം കിട്ടിയിട്ടില്ല അല്ലെ? 10, 21, 22, 23 ആളായത് അള്ളാഹു ആ കൊടുത്തവർക്കൊക്കെ, ആ സനദിന് വേണ്ടി സഹായിച്ചവർക്കെല്ലാം അള്ളാഹു തആല റഹ്മത്തും ബറക്കത്തും ചൊരിയട്ടെ. സാമ്പത്തികമായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടിലുള്ള സമയമാണ്. അതുകൊണ്ട് കുറച്ചു നേരം കൊണ്ട് ഇവിടെ CC ക്യാമറ മദ്രസ പരിസരത്ത് നമ്മുടെ മക്കളെ സേഫ്റ്റിക്കും ശരീഅത്ത് കോളേജിന്റെ മദ്രസയുടെ